നമുക്ക് വേണ്ട എല്ലാ ഉപദേശവും നിർദ്ദേശവും നൽകിയിട്ടുള്ള ഗുരുതുല്യനായ നമ്മുടെ പ്രിയങ്കരനായ കണാരൻ മാഷെ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാഷെ, ഈ മാഷിത് എവിടെ പോയി കിടക്കുന്നത്? മാഷ എവിടെ? എന്താ ഈ വെള്ളമൊക്കെ ആയിട്ട് വരുന്നത്? പാട്ട് പറഞ്ഞ കുട്ടിക്ക് വെള്ളം കൊടുക്കേണ്ട സമയമായിട്ടില്ലല്ലോ. ആദ്യം ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞിട്ട് വേണ്ടേ മാഷെ പാട്ടൊക്കെ തുടങ്ങാൻ? അത് തുടങ്ങിക്കൂടെ? നേരത്തെ ആളുകൾ പാടിക്കണോ? നന്ദി പ്രസംഗം കഴിഞ്ഞാലല്ലേ കലാപരിപാടി തുടങ്ങാൻ പറ്റൂ. പറഞ്ഞൂടെ? നന്ദി മാഷാണ് പറയാൻ. ഞാൻ അനൗൺസ്മെന്റ് ചെയ്യുന്നത് കേട്ടില്ലേ? എന്താ താൻ പറഞ്ഞു? ഞാൻ ഇന്നവരെ വേദി കയറി വല്ലതും സംസാരിച്ചിട്ടുണ്ടോ? എല്ലാം പഠിച്ചിട്ടല്ലേ? നമ്മുടെ നാട്ടുകാരോട് 2 വാക്ക് നന്ദി പറയാൻ എന്തിനാ പഠിക്കണേ? മാഷ് ഞങ്ങൾക്ക് എല്ലാ ഉപദേശം തന്ന ആളല്ലേ. മാഷ് തന്നെ 2 വാക്ക് നന്ദി പറഞ്ഞു. അതിനൊരു സുഖം വേറെ. എന്താ ഈ കാണിക്കും? നന്ദി പറയുന്നതിനായി കണാരൻ മാഷ. ഉണ്ണികൃഷ്ണൻ നന്നായിട്ട് പറയും. ഉണ്ണികൃഷ്ണൻ നന്നായിട്ട് പറയും. ഉണ്ണികൃഷ്ണൻ വേണ്ടാന്ന് അവൻ മൈക്ക് പിടിച്ചാ പിന്നെ ഇന്നത്തെ ദിവസം വേറെ ഒരു പരിപാടി നടത്താൻ പറ്റില്ല. മാഷ് നന്ദി പറയും. എന്താ ആകെ കൂക്കുമുലിയാണല്ലോ. മൈക്കിന്റെ അല്ലേ? കുഴപ്പമില്ല, പറഞ്ഞു ശബ്ദം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ എന്താ പറയണ്ട? ആദ്യം നന്ദി പറയൂ. ഹലോ, അതെ അതിങ്ങോട്ട് തന്നെ ശരിയാവില്ല. ഹലോ, ആദ്യം എന്താ പറയണ്ടത്? നന്ദി പറയും. മാഷ ആരാന്ന് പറയാ. പിന്നെ നമ്മുടെ നന്ദി പറയാ. കൈയും കാലൊക്കെ ഉറക്കുന്നുണ്ട്. ഇത് വെച്ച് അങ്ങനെ പറയില്ല, ആൾക്കാർ കേൾക്കും. നമ്മുടെ ഈ നമ്മുടെ ഈ പരിപാടിയുടെ തൊണ്ടയിലെ വെള്ളമൊക്കെ പറ്റി. ഞാൻ നമ്മുടെ ഈ ഇതിന്റെ ഈ സംഘടന ഇതില് ഭാരവാഹികൾ സെക്രട്ടറി ആരാന്നറിയാത്ത അവസ്ഥയായി. എല്ലാ വർഷവും നമ്മൾ മലയാളികൾ നമ്മൾ കൂടാറുള്ളത് പോലത്തെ കൈ എവിടെ കെട്ടുണ്ടെന്ന് അറിയില്ലല്ലോ. പണ്ടാറുണ്ട് നമ്മൾ മലയാളികൾ എല്ലാ വർഷവും കൂടാറുള്ളത് പോലെ തന്നെ മൈക്ക് വരയ്ക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ വർഷവും നമ്മൾ അതിഗംഭീരമായിട്ട് തന്നെ ഓരോ വർഷവും എല്ലാ വർഷവും നമ്മുടെ എന്നെ പറയണത് പണ്ടടങ്ങാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ, നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ എല്ലാ വർഷവും വരുമ്പോഴും സമീപിക്കുമ്പോൾ വളരെ നല്ല ഇതാണ്, മനസ്സിലായോ? നല്ല രീതിയിൽ ടിക്കറ്റ് ഒക്കെ എടുത്ത് സഹായിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോ എല്ലാത്തിനും നന്ദി. 100 പ്രാവശ്യം പറഞ്ഞ ഇയാളെ നിങ്ങൾ വിളിക്കരുത്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നായകന്മാരുടെ സ്വഭാവം പട്ടി എന്ന മൃഗത്തിലൂടെ നിയാസ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും പല രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരാണ്. ഒട്ടനവധി രാഷ്ട്രീയ നായകന്മാരെ ആരാധിക്കുന്നവരാണ്. രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സത്യസന്ധരായ ഒട്ടനവധി രാഷ്ട്രീയ നായകന്മാരും നമുക്കുണ്ട്. എന്നാൽ ഇവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന, ജനങ്ങളെ പറ്റിക്കുന്ന കപട രാഷ്ട്രീയക്കാരെ കൊണ്ട് നമ്മുടെ കേരളം നിറഞ്ഞിരിക്കുകയാണ്. അത്തരത്തിലുള്ള കപട രാഷ്ട്രീയ നായകന്മാരുടെ സ്വഭാവം പട്ടി എന്നൊരു മൃഗത്തിലൂടെ നമ്മുടെ നിയാസ് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയുകയാണ്, നല്ല രാഷ്ട്രീയക്കാരെ കുറിച്ചല്ല, ഒരു മോശം രാഷ്ട്രീയക്കാരനെ ഒരു മിമിക്രിയിലൂടെ എന്റെ ഭാവനയിൽ ഞാൻ ചിത്രീകരിക്കുകയാണ്. ഒരു ഇലക്ഷൻ സമയങ്ങളിലെ ഒരു രാഷ്ട്രീയ നായകൻ പ്രസംഗിക്കുന്നു. അത്തരം ഒരു രാഷ്ട്രീയക്കാരൻ പ്രസംഗിക്കുന്നത് ഒരു പട്ടിയിലൂടെയാണ്. ഏറെ കൊള്ളുന്ന വരെ പ്രസംഗിക്കും. പ്രതികരണം ഉണ്ടായാൽ മാത്രമേ നിർത്തുള്ളൂ, ഇല്ലെങ്കിൽ അവര് നിർത്തില്ല. ഇത്തരത്തിൽ പ്രസംഗിച്ചത് കൊണ്ടൊന്നും ഇന്നത്തെ കാലത്ത് വലിയ കാര്യമില്ല. അറിവും ബോധമൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ ജനങ്ങൾക്ക് ആയി തുടങ്ങി. ഇലക്ഷൻ എന്നൊന്ന് വരുമ്പോൾ
പൊതുജനങ്ങളുടെ ഇടയ്ക്ക് ചെന്ന് വോട്ട് യാചിക്കണം. എന്നാൽ മാത്രമേ ഒരു രാഷ്ട്രീയ നേതാവിന് ജയിക്കാൻ കഴിയൂ. ഒരു രാഷ്ട്രീയ നായകൻ പൊതുജനങ്ങളുടെ ഇടയിൽ വോട്ട് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ പട്ടി എന്ന മൃഗത്തിലൂടെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അത്തരം ഒരു രാഷ്ട്രീയക്കാരൻ നമ്മുടെ അടുത്ത് വോട്ട് ചോദിക്കാൻ വരുന്നത് എങ്ങനെയാണോ? കാല് വരെ നക്കും. ഇത്തരത്തിലൊക്കെ വോട്ട് ചോദിച്ചാൽ എല്ലാ വോട്ടും ലഭിക്കും. ഇന്ന് വോട്ട് ജയിച്ച് ഇപ്പൊ ഇയാളൊരു മന്ത്രിയാണ്. നമ്മുടെ നാട്ടിലിപ്പോ കൂട്ടുമന്ത്രി സഭകളാണ്. അപ്പൊ മന്ത്രി ആയിരിക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് ഒരാള് ഒരു ആവശ്യമായി വന്നാൽ എങ്ങനെയായിരിക്കും ഈ നേതാവ് പ്രതികരിക്കുന്നത്? അതായത് നമ്മൾ പല മോഹന വാഗ്ദാനങ്ങൾ നൽകി ജയിച്ചു, ഇപ്പൊ ഒരു മന്ത്രിയായി ഒരു സാധാരണ വോട്ടർ വന്ന് ഒരു ആവശ്യമായി ഉന്നയിച്ചാൽ എന്തായിരിക്കും ഈ രാഷ്ട്രീയ നേതാവിന്റെ പ്രതികരണം? എന്തായാലും മണി ഒരു ആവശ്യമായിട്ട് തൽക്കാലം ഞാൻ പറയാം. സാറേ നമസ്കാരം. അതെ, സാറിന്റെ മണ്ഡപത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ഇലക്ഷന് വേണ്ടി വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ സാറ് പറഞ്ഞു മന്ത്രിയായി കഴിഞ്ഞാൽ എന്റെ മോളുടെ മറ്റേ ജോലിയുടെ കാര്യം ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടാ. സാറേ ഞാൻ എന്നോട് വേണ്ട മതി. ഓക്കെ, തീർച്ചയാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മളൊക്കെ കൂട്ടുമന്ത്രി സഭയാണ് നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വകുപ്പിൽ നടക്കുന്ന മന്ത്രിമാരുടെ തെറ്റുകളും കുറ്റങ്ങളും മറ്റുള്ളവർ കണ്ടെത്തുക, ആ വകുപ്പിൽ നിന്ന് എന്ത് വരുമാനം ലഭിക്കുന്നുവോ അതിൽ കൈയിട്ട് മാന്താൻ എങ്ങനെ ശ്രമിക്കുക, ഇത്തരത്തിലുള്ള മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വകുപ്പിലേക്ക് വേറൊരു വകുപ്പില് മന്ത്രി കൈകടത്താൻ ശ്രമിച്ചാൽ എങ്ങനെയായിരിക്കും ഈ നേതാവ് പ്രതികരിക്കുന്നത്? അതായത് ഒരു ഗ്രൂപ്പില് മറ്റൊരു ഗ്രൂപ്പ് കൈകടത്തിയ ഓക്കെ, ഞാനപ്പോ അത് ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ കാണിക്കാം. അത് ശരിയാണ്. മറ്റേ നേതാക്കന്മാർക്ക് പണത്തിനോടാണ് താല്പര്യം, മൃഗങ്ങൾക്ക് ഭക്ഷണത്തിനോടാണ് താല്പര്യം. അപ്പൊ ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ തന്നെ ആയിക്കോട്ടെ. അപ്പൊ ഞാനൊന്ന് കൈകടത്തിയാൽ മതി അല്ലേ? ഓക്കെ ഓക്കെ. മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് നമ്മളൊക്കെ പലരെയും ജയിപ്പിച്ചു വിടുന്ന. ആ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങിയ മോഹന വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിൽ കയറി കഴിയുമ്പോ ഈ പൊള്ളയായ രാഷ്ട്രീയക്കാരുടെ അവസ്ഥയൊന്നും മനസ്സിലാക്കാതെ വീണ്ടും ഒരു ഇലക്ഷൻ എന്നൊന്ന് വരുമ്പോൾ വോട്ട് ചോദിക്കാൻ എത്തുന്ന നമ്മുടെ പാവം ജനത. ഈ ജനങ്ങളോട്, പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന കപട രാഷ്ട്രീയക്കാർക്ക് ഉള്ളുകൊണ്ട് എന്തായിരിക്കും പറയാനുണ്ടാവുക? സാർ ഒന്നും വിചാരിക്കരുത്. ഇല്ല, ഒന്നുമില്ല, പറഞ്ഞു.